നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുള്ള സഖാവ് ഷിബിൻ്റെ കൊലപാതക കേസിൽ ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ആ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധിക്കെതിരായിട്ട് ഷിബിൻ്റെ അച്ഛൻ നൽകിയിട്ടുള്ള ഹർജി, അതിനകത്ത് ഇന്ന് ഹൈക്കോടതി ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ്. പ്രത്യേകിച്ച് നാദാപുരം മേഖലയിൽ ലീഗ് ക്രിമിനൽ സംഘം കുറേ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെയും അതിൻ്റെ പ്രവർത്തകരെയും, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തെയും അതിൻ്റെ പ്രവർത്തകരെയും വളരെ ക്രൂരമായ നിലയിലാണ് വേട്ടയാടിക്കൊണ്ടിരുന്നത്. നമ്മൾ മറന്നുപോയിട്ടില്ല. അവിടെ നരിക്കാട്ടേരിയിലാണ് ബോംബുണ്ടാക്കുന്ന ഘട്ടത്തിൽ 5 ലീഗിൻ്റെ പ്രവർത്തകർ മരണപ്പെട്ട സംഭവം ഉണ്ടായത്. ഇന്നിപ്പോൾ ലീഗിൻ്റെ നേതൃത്വം വലിയ സമാധാന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാദാപുരത്തിൻ്റെ മണ്ണിൽ ബിനു ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ചോരയിൽ ചവിട്ടി നിന്നിട്ടാണ് ലീഗിൻ്റെ നേതൃത്വം പലപ്പോഴും സമാധാനം അതിനെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷിബിനെ യാതൊരുവിധ സംഘർഷവും നിലനിൽക്കുന്ന ഘട്ടത്തിലല്ല കൊലപ്പെടുത്തിയത്. നാദാപുരത്തിൻ്റെ ചരിത്രം നോക്കിയാൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വിവിധങ്ങളായിട്ടുള്ള സംഘർഷങ്ങൾ അവിടെ ഉണ്ടായി. ആ സംഘർഷമെല്ലാം അവസാനിച്ച് ഒരു സംഘർഷവുമില്ലാത്ത 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഷിബിനെ അതിക്രൂരമായി മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി അവിടെ പുതിയ തരത്തിലുള്ള സംഘർഷത്തിന് അവിടെ തുടക്കം കുറിച്ചത്. യഥാർത്ഥ ഇത് വളരെ ഗൗരവമായി നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. ഇന്നിപ്പോൾ ഈ കൊലപാതകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഈ ഇടപെടൽ ഉണ്ടായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇതുവരെയായിട്ട് ഒരു വാർത്ത വന്നിട്ടില്ല. മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ്. ഇവിടെ ഇപ്പോൾ പ്രതികൾ ലീഗ് ആയതുകൊണ്ട്, പ്രതികൾ ഡിവൈഎഫ്ഐയോ CPM അല്ലാത്തതുകൊണ്ട് വാർത്ത വേണ്ടതില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ലീഗിൻ്റെ ക്രിമിനൽ മുഖം കൂടുതൽ തുറന്നുകാട്ടപ്പെട്ട വിധിയാണ്. ലീഗ് ക്രിമിനൽ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നാദാപുരത്തിൻ്റെ മണ്ണിൽ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ ഹീനമായിട്ടുള്ള കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ലീഗിന് കൈയൊഴിയാൻ കഴിയില്ല എന്നാണ് ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പണക്കൊഴുപ്പിൻ്റെയും കയ്യൂക്കിൻ്റെയും ഫലത്തിൽ ഈ പ്രതികളെല്ലാം രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ നീക്കം അന്നേ നടന്നിരുന്നു. അന്ന് UDFൻ്റെ ഗവൺമെൻറ് വലിയ സഹായമാണ് ഈ പ്രതികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള തെയ്യമ്പാടി ഇസ്മായിലിന് UDF ഗവൺമെൻറ് സാമ്പത്തികമായ സഹായം ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്ന നില നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒടുവിൽ ഹൈക്കോടതിയുടെ വിധിയോടുകൂടി ഇതാ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ആശ്വാസം പകരുന്ന ഒരു വിധിയാണ്.